ഹലോ ഹായ് കൂട്ടുകാരെ, അങ്ങനെ അമ്മയും മോളുടെ രാവിലത്തെ ഷോപ്പാണ് കേട്ടോ. ചുമ്മാ ഓരോന്നൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഇടുവാണ്. അങ്ങനെ ആ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അടുക്കള പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് വലിയ കറികളൊന്നുമില്ല, മീൻ കറിയൊക്കെ വെച്ചു. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ബ്ലീച്ച് ഇട്ടിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി ബ്ലീച്ച് ഇട്ടിട്ടുണ്ട്, ഇനി തേച്ച് കഴുകണം. വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചിട്ട് കഴുകാമെന്ന് വെച്ചാൽ അപ്പോൾ ഒരാൾ കോളേജിൽ പോകാൻ റെഡി ആയിട്ടിരിക്കണം. ഉച്ചയ്ക്ക് പരീക്ഷയായിരുന്നു കേട്ടോ. അങ്ങനെ ഡിഗ്രിയുടെ ഫസ്റ്റ് പരീക്ഷ എഴുതാൻ പോകുന്നത് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ആൾക്ക്. ഒന്ന് ചിരിച്ചു കളഞ്ഞു. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഹാപ്പി ആയിട്ട് പോകണം. ഫസ്റ്റ് പരീക്ഷയാണ്. പേനയും പെൻസിലൊക്കെ എടുത്താൽ സ്കെയിലെടുത്താൽ പേപ്പർ അവിടെ. പിന്നെ മോള് പോയി കഴിഞ്ഞാൽ കുറച്ച് മൈലാഞ്ചിയൊക്കെ കുറിച്ച് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം കേട്ടോ മൈലാഞ്ചി കൂട്ടെക്സ്. അങ്ങനെ പിന്നെ അത് ഒഴിവാക്കണ്ടെന്ന് വെച്ചിട്ട് അതൊന്ന് നമ്മുടെ സന്തോഷമല്ലേ. പിന്നെ അവിടെ എല്ലാം വന്ന് തൂത്ത് വാരി മൊത്തം തീയൊക്കെ ഇട്ടിട്ട് വന്നിട്ടാണ് പിന്നെ കുളിക്കാൻ നിന്നത്. അപ്പോൾ അപ്പുറത്തെ വാഴ നന്നായിട്ട് വളഞ്ഞ് ഇങ്ങോട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ 2 കൊല നിൽപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു. ഇനിയിപ്പോൾ അവരൊന്ന് വെട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ഇതാ എല്ലായിടവും തൂത്ത് തുടച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. അങ്ങനെയൊക്കെ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയില്ല 3 മണിയാകുമ്പോഴത്തേക്കും മോള് വരും കേട്ടോ. അപ്പോൾ മോള് പോകുന്ന മുമ്പ് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചു. ചന്ദനത്തിരിയല്ല കേട്ടോ, പുതിയ സ്റ്റാൻഡും ഒരു തിരിയും മേടിച്ചതാണ്. അത് അത്യാവശ്യം നല്ല മണം കേട്ടോ. ചന്ദനത്തിരികൾക്ക് ഒരുപാട് മേടിച്ച് പൈസ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് സെറ്റോടുകൂടി വാങ്ങിയതാണ്. അങ്ങനെ ഇതാ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. വീഡിയോ കാണുന്ന കൂട്ടുകാർ ചുമ്മാ എങ്കിലും ഓണാക്കിയെങ്കിലും ഇട്ടൊന്ന് സഹായിച്ചു തരണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പോകട്ടെ, ഞാനിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും കേട്ടോ. എന്തൊക്കെ വന്നാലും നിർത്തണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പിന്നെ മനുഷ്യരല്ലേ, നമ്മളെന്നുണ്ട് അവിടം വരെ നമുക്ക് ഇങ്ങനെ പോവാം. മോളോടുള്ളത് കൊണ്ടല്ലോ ഒതുക്കിയൊക്കെ പറക്കിയിട്ടായിരുന്നു മോള് പോയത്. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ ഞാൻ പിന്നെ തിരി മേടിച്ചെന്ന്, അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. ചന്ദനത്തിരി പോലെയാണ്, പക്ഷേ നല്ല മണമാണ് കേട്ടോ. വീട്ടിൽ കത്തിച്ചാൽ അങ്ങനെ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡ് വന്നു. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റാൻഡൊന്നും അല്ല, അത്യാവശ്യം നല്ല മണമുണ്ട് കേട്ടോ. ഇങ്ങനൊരു സാധനം. അപ്പോൾ ഇതിലിങ്ങനെ കുത്തി വെച്ചിട്ട് ഇത് കത്തിച്ച് വെച്ചാൽ നല്ല മണവും. അപ്പം നമുക്ക് ഒരെണ്ണം കത്തിച്ചാൽ നല്ല അത്യാവശ്യം നല്ല മണവും. ഞാൻ പറയില്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഞാൻ സ്പ്രേ എങ്കിലും എടുത്തടിക്കും. അതാണ് എൻ്റെ സ്വഭാവം. അവക്കാണെങ്കിൽ തുമ്മലാട്ടോ മക്കൾക്ക്. പക്ഷെ ഇതിൻ്റെ മണം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. രാവിലെ അവള് പരീക്ഷയ്ക്ക് പോകുന്നു കത്തിച്ചായിരുന്നു, അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ചന്ദനത്തിരിക്കാട്ടി നല്ല പുകയും നല്ല മണമുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. ഒന്ന് ഫ്രണ്ടിലും ഒന്ന് അടുക്കളയിലും ആട്ടോ മിക്കവാറും വെക്കുന്നത്. നടുക്ക് ചിലപ്പോൾ വെക്കും. അപ്പം ഇത് ചന്ദനത്തിരി പോലെ തന്നെയാണ് കേട്ടോ, പക്ഷെ മണമാണ് പ്രധാനമല്ല. അത് നമ്മൾ വിളക്കത്തിക്കുമ്പോൾ ഒന്നും കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതാ ഇവിടെ വയ്ക്കും. നമുക്ക് ബുദ്ധൻ്റെ അടുത്ത് വെക്കാം. ബുദ്ധൻ്റെ തിരി തീർന്നു കേട്ടോ, ഇനി അത് മേടിച്ചാലേ കത്തിക്കാൻ പറ്റൂ. അപ്പം ഞാൻ പേപ്പർ വെച്ചിട്ട് വെച്ച് കേട്ടോ, അല്ലെങ്കിൽ ഇത് മൊത്തം പൊടിയാവും. അപ്പം നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു, ഒരു മുട്ടായി. ഇതിനകത്തൊന്നും ഇല്ലാണ്ട ചുമ്മാ ചോക്ലേറ്റ് പീച്ച് വെച്ചേക്കുന്നു. എന്നാണ് ഞാൻ തിന്നു. അതുകൂടെ തിന്നാലേ. എന്നാലും ഇതിനകത്ത് മിൽക്കി ബാറുണ്ട്, അതുകൊണ്ടാണ് എനിക്കിഷ്ടം. ടീച്ചറിന് മെസ്സേജ് ഇട്ടുണ്ടോ നോക്കി. ഗോപിക്ക് പിന്നെ ടീച്ചർ നന്ദ ആര്യ. അപ്പൊ ടീച്ചറുടെ ഗ്രൂപ്പിലാണല്ലോ മെസ്സേജ്. ഇവരുടെ ഗ്രൂപ്പിൽ ടീച്ചർ മെസ്സേജ് കേട്ടോ. ഓക്കെ, നാളെയാണോ മറ്റന്നാളാണോന്ന് അറിയാമേ. നീ രാവിലെ ചെല്ലാൻ പറഞ്ഞു. നാളെ എത്രാം തീയതി? ബബിൾക്കം മേടിച്ച് അതാ ചാക്കുന്ന. അവൾക്ക് ബബിൾക്കം വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ ഒരെണ്ണം മേടിച്ചു. എനിക്ക് ഈ മിൽക്കി ബാർ ഭയങ്കര ഇഷ്ടമാണ്. അത് 2 സൈസ് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചേ. ചോക്ലേറ്റ് മിൽക്കി ബാർ. അപ്പൊ മിൽക്കി ബാർ നമുക്ക് കഴിക്കും. അവിടെ ഊറി ഊറി തീർന്നു. നീ കണ്ണ് കളിച്ച് നോക്കുന്ന ഇതിലടി. അടങ്ങടി അടങ്ങടി കണ്ട തള്ളി കൊല്ലുന്നതാ. എന്റെ വയറൂടെ അമങ്ങിയിരിക്കുക. അയ്യോ പെണ്ണെ പോ. അയ്യോ അഹങ്കാരം പിടിച്ച സാധനം. അങ്ങനെ പിന്നെ ഞങ്ങളുടെ കളിയും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് വന്നു. പിന്നെ രാത്രിത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ കൊണ്ടങ്ങ് നിർത്തുവാണ്. അപ്പോൾ നാളെ ഇതെന്താ ഫുഡ് ഉണ്ടാക്കിയെന്നൊക്കെ നാളത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. അങ്ങനെ ആ മോളിവിടെ വന്ന് ഞങ്ങളിവിടെ പെട്ടെന്ന് തന്നെ ഉരുട്ടി അങ്ങ് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഓക്കേ, ബൈ.